എല്ലാവർക്കും പ്രിയ സുഖമേളിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ആദ്യം തന്നെ പറഞ്ഞു തന്ന ബിന്ദു ആൻറ്റിക്ക് ഒരു നന്ദി പറയാണ് ഞാൻ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും താഴെയുള്ള ആൻറ്റിയാണ് ബിന്ദു ആൻറ്റി. അപ്പോൾ ആൻറ്റി പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. നല്ല റെസിപ്പിയാണ്. നമ്മൾ പച്ചരി കുതിർത്തിട്ടുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അരിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു സ്പെഷ്യൽ റെസിപ്പി പറഞ്ഞു തന്ന ബിന്ദു ആൻറ്റിക്ക് ഒരു നന്ദി പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ പോലെയല്ല ചെയ്യണത് കേട്ടോ. നമ്മൾ ഇവിടെ ശർക്കര പാനീയൊന്നും ഇട്ട് വെക്കുന്നൊന്നുമില്ല. വേറെ രീതിയിലാണ് ഉണ്ടാക്കണത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് അരിപ്പൊടി, നൈസ് വറുത്ത അരിപ്പൊടി, നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അതിൻ്റെ ഒപ്പം തന്നെ വേണ്ടത് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് റവ. 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ്, അതിൻ്റെ പാതി അളവിൽ റവ, വറുത്ത സാധാരണ നൈസ് തരിയുള്ള റവ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് മൈദ, നമുക്ക് സോഫ്റ്റനിങ് ഏജൻ്റായിട്ട് മൈദേനെ ഒരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം നമ്മൾ കുതിർക്കാനായിട്ട് നമ്മൾ എടുക്കണത് വെള്ളമാണ് നമ്മൾ ചേർക്കണത്. സാധാരണ വെള്ളം 1/2 കപ്പോളം വെള്ളം ആണ് എനിക്ക് ആകെ ആവശ്യം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടി വരും എന്നുള്ളത് അറിയില്ല. അപ്പോൾ കുറേശ്ശെ ഒഴിക്കാൻ പാടുള്ളൂ. കാരണം നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് കുതിർക്കാനായിട്ട് വെക്കുക. നമ്മൾ രാത്രി, ഇപ്പം ഞാനിവിടെ രാത്രി 9 മണിക്കാണ് ഈ ഒരു ഇങ്ങനെ കുതിർത്തൊക്കെ വെക്കണത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ഒരു 6 മണിയായപ്പോഴാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുപോലെ നനച്ച് വെക്കുക. ഈ റവയൊക്കെ നന്നായിട്ട് കുതിർന്ന്, ഇതാണ് ഇതിൻ്റെ സെറ്റാവുന്ന നല്ല സോഫ്റ്റനിങ് ഒരു ടെക്സ്ചറായിട്ട് വരുന്ന ഒരു മാവ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ തന്നെ നിങ്ങൾ 1 കപ്പ് എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കുഴച്ച് മിക്സാക്കി വെക്കുക. എല്ലാത്തിലേക്കും വെള്ളമാവണം, അത്രയേ ഉള്ളൂ. വല്ലാണ്ട് ലൂസാക്കിയിട്ട് മാവാവരുത്. ശരിക്കും നമ്മൾ ചപ്പാത്തിക്ക് ഇങ്ങനെ കുഴച്ച് വെക്കുന്ന പോലെയൊക്കെ അത്രയല്ല, അതിനെക്കാട്ടും കുറച്ച് ലൂസായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/2 കപ്പ് ഞാനിവിടെ ആകെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ചേർത്തതാണ്. ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ മാവ് വരേണ്ടത്. അപ്പോൾ അതുപോലെ ഒന്ന് സെറ്റാക്കി പരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കാറ്റൊക്കെ ഉള്ള കാരണം, നല്ല ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥയായ കാരണം വല്ലാണ്ട് അങ്ങോട്ട് വലിയാണ്ടിരിക്കാൻ വേണ്ടി കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തു മാത്രം. ടൈറ്റായിട്ട് മൂടി വയ്ക്കാം. ഒരു 8 മണിക്കൂറോ ഒക്കെ ഒന്ന് നന്നായിട്ട് കുതിർന്ന് വരാവുന്ന രീതിയിൽ, 8 9 നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് ഇതുപോലെ ഓവർനൈറ്റ് വയ്ക്കാം. ഇനി നമുക്കിതാ ഇപ്പം ഞാൻ പിറ്റേ ദിവസം ആയിട്ടുണ്ട് കേട്ടോ. പിറ്റേ ദിവസം ആയപ്പോഴാണ് നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇവിടെ 4 അച്ച് ബെല്ലം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം, നന്നായിട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇത് വല്ലാണ്ട് ലൂസിൽ നമ്മൾ തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. ഇത്തിരി കട്ടിയിൽ തന്നെ തിളപ്പിക്കണം. കാരണം നമ്മൾ ഓൾറെഡി അതിൽ വെള്ളമൊക്കെ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ അറിയാം മധുരം വരണമെങ്കിൽ നമുക്ക് ഇത്തിരി കട്ടിയിൽ തന്നെ ഈ ഒരു ശർക്കര പാനി തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര എല്ലാം ഞാനിവിടെ ലോ ഫ്ലെയിമിൽ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ടീസ്പൂണിട്ടൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക. ഒന്ന് അലിഞ്ഞൊക്കെ വരുമ്പോൾ അതൊന്ന് ഉടച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിം ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത്തിരി ഒരു കൊഴുത്ത രീതിയിൽ തന്നെ, വല്ലാണ്ട് ലൂസല്ലാണ്ട് എന്നാൽ വല്ലാണ്ട് കട്ടിയല്ല, അത് ആ ഒരു പരുവത്തിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇതൊന്ന് അരിച്ചൊഴിച്ചിട്ടുണ്ട്, ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ടിയിൽ തന്നെ ഉണ്ടാക്കാം. ഇനി നമുക്ക് നമ്മുടെ മാവൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കേട്ടോ, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. എല്ലാം ആ റവയൊക്കെ നന്നായിട്ട് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്കിതിലേക്ക് ഉള്ള ചേരുവകൾ ചേർക്കാം. ആദ്യം തന്നെ മിക്സി ജാർ എടുത്തിട്ട് നമുക്കിതിലേക്ക് പഴം ചേർക്കണം. ഞാൻ ഇവിടെ 2 ഇത്തിരി വലിയ സൈസാണ് കേട്ടോ ചെറുപഴം എടുത്തേക്കണത്. അതായത് പാളയന്തോടൻ പഴമാണ് എടുത്തേക്കണത്. അത് ഇത്തിരി വലിയ ടൈപ്പ് പഴമാണ്. പിന്നെ ഒരു അര കഷ്ണം നേന്ത്രപ്പഴത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു കളർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ നേന്ത്രപ്പഴത്തിൻ്റെ പകുതി എടുത്തേക്കണത്. ഇല്ലെങ്കിൽ ചെറുപഴം തന്നെ 3 എണ്ണം ചേർത്താൽ മതി. ചെറിയ സൈസ് ചെറുപഴമാണെങ്കിൽ 4 എണ്ണമൊക്കെ ചേർക്കാം ഈ ഒരു അളവിലേക്ക്. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ചെത്തിയിട്ടിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര പാനി നമ്മുടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനാണ്. അപ്പോൾ ബാക്കി ശർക്കര പാനി ഞാൻ കപ്പിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഉരുക്കിയ 4 അച്ച് വെല്ലം വന്നിട്ടുള്ളത് 1 കപ്പ് ശർക്കര പാനിയാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് വരിക കേട്ടോ. അപ്പോൾ ആ പാനി അവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കപ്പിലേക്ക് ഒഴിച്ചത്. ഇത് നന്നായിട്ട് ഒന്ന് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മാവിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വല്ലാണ്ട് ലൂസാക്കിയിട്ട് ഒരു വിട്ട് പോരുന്ന ഒരു ടെക്സ്ചറായിരിക്കണം മാവിൻ്റെ വരേണ്ടത്. വല്ലാണ്ട് ടൈറ്റ് ആവാനും പാടില്ല.
എന്നാൽ വല്ലാണ്ട് ദോശമാവിൻ്റെ പോലെ ആവാനും പാടില്ല. ആ രീതിയിൽ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കുക. ശർക്കര പാനി ഞാൻ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആകെ എനിക്ക് വേണ്ടി വന്ന ശർക്കര പാനിയുടെ അളവ് 1/2 കപ്പാണ് കേട്ടോ. നമ്മൾ ആ പഴത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചതടക്കം 1/2 കപ്പോളം ശർക്കര പാനിയാണ് ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കുറേശ്ശെ എടുത്ത് ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്ര തന്നെ വേണ്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അത് ഇതിൽ കട്ടകളുണ്ടെങ്കിൽ നമുക്ക് ആ കട്ടകളൊക്കെ ഒന്ന് ഉടക്കി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ ഇളക്കുമ്പോൾ ഇതിൽ കട്ടകളൊക്കെ ഒന്ന് കാണാനുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒരു കറക്കൊന്ന് കറക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കട്ടകളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. വല്ലാണ്ട് ഫൈനായിട്ട് അരയ്ക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഒരു തരി പോലെ അങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ നല്ലതാണ് ആ റവയുടെ. അപ്പോൾ ഇത്ര ഒരു 2 തിരി പൾസ് മോഡിലിട്ടൊന്ന് തിരിച്ചെടുത്തതാണ്. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അതുപോലെ വിട്ട് വരണം. വല്ലാണ്ട് ലൂസും ഇല്ല ഒഴുകാനായിട്ട്, എന്നാൽ വല്ലാണ്ട് കട്ടിയിലല്ല വിട്ട് പോകുന്നത്. ആ ഒരു പരുവത്തിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരം കൊത്തായിട്ടല്ല ചേർക്കുന്നത് കേട്ടോ, അത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ ജീരകം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജീരകവും ഏലക്കയും കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക, നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയ പോലെ. ഇനി ഇതാ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നാളികേരം ചിരകിയതാണ് നമ്മൾ ചേർക്കണത്. ഇതും ആൻറ്റിയുടെ ഐഡിയ തന്നെയാണ് കേട്ടോ. ഇവിടെ കുട്ടികൾ കൊത്തൊക്കെ ആകുമ്പോൾ അതൊക്കെ എടുത്ത് കളയും. പക്ഷേ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നാളികേരം ചിരകിയതാകുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും, എന്നാൽ ഇട്ടത് അറിയില്ല. അപ്പോൾ 1/2 കപ്പ് ഇതുപോലെ ഒന്ന് ചെരുകിയത് ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു 30 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കുക. ഒരു ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങുന്ന സമയം വരെ മതിയിട്ട്, വല്ലാണ്ട് ബ്രൗൺ ആക്കരുത്. അപ്പോൾ ഇത് ഇത്രയായാൽ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് മുഴുവനോടെ ആ നെയ്യ് അടക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചില സമയങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. മാവുകൾ മാത്രം നന്നായാൽ പോരാ, നമ്മുടെ ഇൻഗ്രീഡിയൻസ് മാത്രം നന്നായാൽ പോരാ ഉണ്ണിയപ്പം സോഫ്റ്റ് ആവാനായിട്ട്. അത് ഉണ്ടാക്കുന്ന അതിൻ്റെ എങ്ങനെ വേവിക്കണം എന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. അതും കൂടി ഇതിൽ മെയിനായിട്ടുള്ളൊരു ഘടകമാണ് കേട്ടോ ശരിക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. എന്താ ഈ ഒരു ലെവലിലാണ് കണ്ട നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതോട്ടിരിക്കട്ടെ. നമ്മൾ പനിയാരിച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പനിയാരിച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറേശ്ശെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വീതം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം ചൂടാവണം. നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ ഇതിലും കോരി ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ഭാഗത്തോളം ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുക മാവ്. എന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും, അതിൻ്റെ ഷെയ്ഡ് മാറി വെന്ത പോലെയായി. പിന്നെ അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ മുകൾ ഭാഗം കൂടി ഒന്ന് വെന്ത പോലെ ആവും. കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. ഒരു മീഡിയം ടു ഹൈയിലിട്ടിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡായി, വല്ലാണ്ട് ബ്രൗൺ ആക്കും വേണ്ട, കാരണം കോരിയെടുത്ത് കഴിഞ്ഞാൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഡാർക്ക് കളറാവും. എന്നിട്ട് നേരെ കാസ്ട്രോളിലിട്ടിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ ഉണ്ണിയപ്പം കിട്ടും. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഞാൻ പറഞ്ഞുതരാം. ഫ്ലെയിം ലോവിലിട്ടിട്ടുണ്ടാകരുത്. ലോവിലിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ക്രിസ്പായിട്ടാണ് കിട്ടുക. പിന്നെ നല്ലോണം മുരിക്കാനും നിൽക്കരുത്, അപ്പോഴും ഭയങ്കരമായിട്ട് ഹാർഡായി പോവും. അപ്പോൾ ഈ ഒരു ലെവലിൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം. ഇത് പെട്ടെന്ന് വേവേണ്ടതാണ്, ഉള്ളൊക്കെ പെട്ടെന്ന് തന്നെ വേവും, അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.